ഈ പത്തനംതിട്ടയുടെ കാര്യത്തിൽ ഇനിയിപ്പോൾ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര നേതൃത്വമാണോ? അക്കാര്യത്തിൽ സാധ്യതയുള്ളത് ആർക്കാണിപ്പോൾ? പത്തനംതിട്ട അടക്കം എല്ലാ കാര്യത്തിലും കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനമായിരിക്കും അന്തിമം. അക്കാര്യം അംഗീകരിക്കാൻ എല്ലാ പാർട്ടി പ്രവർത്തകരും നേതാക്കളും ബാധ്യസ്ഥരാണെന്ന തരത്തിലാണ് ശ്രീധരൻപിള്ള കഴിഞ്ഞ ദിവസം സംസാരിച്ചത്. സാധ്യത ശ്രീധരൻപിള്ളയ്ക്ക് തന്നെയാണ്. കാരണം ശ്രീധരൻപിള്ള എല്ലാ അർത്ഥത്തിലും അക്കാര്യത്തിൽ പ്രാഥമിക ചർച്ചയിൽ മേൽക്കൈ നേടിയിട്ടുണ്ട്. പ്രാഥമിക വെരിഫിക്കേഷൻ അത് കേന്ദ്ര നേതൃത്വം തന്നെയായിരുന്നു കഴിഞ്ഞ ചർച്ചകളിലൊക്കെ നടത്തിയിരുന്നത്. അതിൽ ശ്രീധരൻപിള്ളയ്ക്ക് തന്നെയാണ് സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചിട്ടുമുള്ളത്. ഇനി ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനമാണ് വേണ്ടത്. അതിന് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായിട്ടുള്ള BJPയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലാണ് അത് കൈക്കൊള്ളുക. ആ യോഗമാണ് ഇന്ന് വൈകിട്ട് നടക്കാൻ പോകുന്നത്. അതിലുള്ള ഒരു ഔദ്യോഗികമായ തീരുമാനമെടുക്കലും പിന്നീടുള്ള പ്രഖ്യാപനവുമാണ് ഇനി കാത്തിരിക്കുന്നത്. പക്ഷേ ശ്രീധരൻപിള്ള ഇവിടെ മത്സരിക്കുകയാണ് എങ്കിൽ, പത്തനംതിട്ടയിൽ മത്സരിക്കുകയാണെങ്കിൽ അത് തോൽവിയായി ഏറ്റുവാങ്ങേണ്ടി വരുമെന്നുമുള്ള ഒരു അറിയിപ്പുമായി BJPയുടെ ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ ഫേസ്ബുക്ക് പേജിൽ വരെ അണികൾ ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ BJP സംബന്ധിച്ചിടത്തോളം കണ്ടുകൊണ്ടിരിക്കുന്നത്. പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കങ്ങൾ പുറത്തേക്ക് കൂടി മറനീക്കി വരുന്ന ഒരു സാഹചര്യമാണ് ഇത് എന്ന് വിലയിരുത്തേണ്ടി വരും. ശ്രീധരൻപിള്ളയുടെ ഫേസ്ബുക്ക് പേജിലും താങ്കൾ മത്സരിച്ചാൽ പരാജയപ്പെടും എന്നുള്ള സന്ദേശങ്ങൾ BJP പ്രവർത്തകർ എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന ആളുകൾ തന്നെ എഴുതി വെക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ നിലയ്ക്ക് പാർട്ടിക്കുള്ളിൽ സ്ഥാനാർത്ഥി നിർണയം രൂക്ഷമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ശ്രീധരൻപിള്ള പത്തനംതിട്ടയിൽ മത്സരിക്കുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ പിന്നീട് തൃശ്ശൂരാണ് കെ സുരേന്ദ്രന് വേണ്ടി നേരത്തെ പരിഗണിച്ചിരുന്നത്. പക്ഷേ തൃശ്ശൂർ BDJSന് നൽകിയിരുന്ന മണ്ഡലമായിരുന്നു. BDJS അത് വിട്ടു നൽകാൻ സന്നദ്ധരല്ല എന്ന് കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ BJP അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടിയാണ് പ്രതിസന്ധി മറ്റൊരർത്ഥത്തിൽ രൂക്ഷമായത്. അതോടുകൂടി ആറ്റിങ്ങലിലേക്ക് കെ സുരേന്ദ്രനെ പരിഗണിക്കാൻ തീരുമാനിച്ചു. പക്ഷേ അങ്ങനെ വരുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് കെ സുരേന്ദ്രന്റേത്. അതിൽ കടുത്ത അമർഷം കെ സുരേന്ദ്രൻ നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ നിലയ്ക്ക് പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങൾ ഒരു വശത്ത് ശക്തമാകുന്നു. പത്തനംതിട്ടയിൽ MT രമേശും നോട്ടമിട്ടിരുന്നു. MT രമേശിന് പക്ഷേ അത് കിട്ടില്ല എന്ന് വ്യക്തമായി കഴിഞ്ഞതോടുകൂടിയാണ് ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായ MT രമേശ് ഇത്തവണ മത്സരിക്കാൻ ഇല്ല എന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. ശോഭാ സുരേന്ദ്രനും ഇത്തവണ മത്സരിക്കാനുണ്ടാകില്ല. ആ നിലയ്ക്ക് വലിയ അർത്ഥത്തിൽ പ്രധാനപ്പെട്ട BJPയുടെ സ്ഥിരമുഖങ്ങളായ നേതാക്കൾ ഇത്തവണ മത്സരിക്കാതെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ PS ശ്രീധരൻപിള്ള പറഞ്ഞ ഒരു കാര്യം, UDFും LDFും രംഗത്തിറക്കുന്നതിന്റെ അത്ര തന്നെ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ തങ്ങളും രംഗത്തിറക്കും എന്നുള്ളതായിരുന്നു. അത് പ്രധാനമായും ലക്ഷ്യം വെച്ച് പറഞ്ഞത് അൽഫോൺസ് കണ്ണന്താനത്തെയും അതോടൊപ്പം ടോം വടക്കനെയും ആണ് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. ടോം വടക്കന് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ടോം വടക്കനെ പരിഗണിക്കുന്നത് എറണാകുളത്താണ്. എറണാകുളം നേരത്തെ BDJSന് നൽകിയിരുന്ന ഒരു സീറ്റായിരുന്നു. അതിന് പകരമായി BDJSന് എറണാകുളം BJP എടുക്കുകയും അവിടെ ടോം വടക്കനെ നിർത്തുകയും പകരമായി കോഴിക്കോട് നൽകുക എന്നുള്ളൊരു ധാരണ കൂടി ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട് ചർച്ചകളിൽ. അതിനും ഒരു അന്തിമമായ ഒരു തീരുമാനം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ടോം വടക്കൻ അത്തരത്തിൽ എറണാകുളം നൽകും. കൊല്ലത്ത് അൽഫോൺസ് കണ്ണന്താനത്തെ നിർത്തുക എന്നൊരു പദ്ധതിയും BJP ഇപ്പോൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ അതിനും തെരഞ്ഞെടുപ്പ് സമിതിയുടെ ഔദ്യോഗികമായ ഒരു അംഗീകാരമാണ് വേണ്ടത്. പക്ഷേ ഈ ഒരു ശുപാർശയിൽ, ഈ ഒരു പരിഗണനയിൽ അൽഫോൺസ് കണ്ണന്താനവും ശക്തമായ എതിർപ്പുമായി രംഗത്തുണ്ട്. അൽഫോൺസ് കണ്ണന്താനം അത് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു. വിജയ സാധ്യതയുള്ള പത്തനംതിട്ട ഉണ്ടെങ്കിൽ മാത്രമേ താൻ ഇത്തവണ മത്സരിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ തന്റെ അംഗത്വത്തിന്, രാജ്യസഭാ അംഗത്വത്തിന് ഇപ്പോൾ തന്നെ 3.5 വർഷം ഇനിയും ബാക്കി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് താൻ മറ്റു മണ്ഡലങ്ങളിൽ വിജയ സാധ്യതയില്ലാത്തിടത്ത് എന്തിനു മത്സരിക്കണമെന്ന നിലപാടാണ് അൽഫോൺസ് കണ്ണന്താനം വെച്ചു പുലർത്തുന്നത്. ആ നിലയ്ക്ക് BJPക്കുള്ളിൽ ശക്തമായ പ്രശ്നം സ്ഥാനാർത്ഥി നിർണയം കൊണ്ടെത്തിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിഷാദ്.